വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതും വലതും അതായത് LDF-ഉം UDF-ഉം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനാകുമോ? കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ വിഷയത്തെ കുറിച്ചാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്തയുണ്ട്. EP ജയരാജൻ പറഞ്ഞതാണ്, SDP അടക്കം ആരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കാതിരിക്കില്ല. ആയിക്കോട്ടെ, നല്ല ഉചിതമായ തീരുമാനം തന്നെയാണ്. കാരണം ഈ SDP എന്നൊരു പാർട്ടി സഖാവ് കുറച്ചു വർഷങ്ങൾക്ക് മുന്നോട്ടൊന്ന് ചിന്തിച്ചാൽ നല്ലത്. SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിന് കാരണം ആരാണ്? ഈ SDP-ക്കാർ തന്നെയല്ലേ? അവന്റെ നെഞ്ചിൽ ആ കടാര കുത്തി കയറ്റിയത് കൊണ്ടല്ലേ അവൻ മരണത്തിനിരയായത്? നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്കൊരു രക്തസാക്ഷിയെ കിട്ടി. ആ രക്തസാക്ഷി ഫണ്ടിലൂടെ ഒരു മനുഷ്യപ്പെട്ടില്ലാതെ ആ ഫണ്ട് അടിച്ചു മാറ്റുകയും നിങ്ങൾ ചെയ്തു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന്റെ ഒന്നാമത്തെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2, വർഗീയ ശക്തികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള കൂട്ടുകെട്ടും ഇല്ല, അവരെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലില് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായി. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. കേരളം കഴിഞ്ഞ 10 വർഷമായി വർഗീയ കലാപമില്ല, വർഗീയ അസ്വാസ്ഥ്യമില്ല. വർഗീയ ശക്തികൾ ഇവിടെ ഉണ്ടല്ലോ, പക്ഷേ അവർക്ക് തലപൊക്കാനാവുന്നില്ല. ഈ അവസ്ഥ നമുക്ക് തുറന്നു പോകാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് തുടരുക തന്നെ വേണം. അപ്പോൾ അത് തുടരണമെങ്കിൽ അത് LDF ഭരണത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു സങ്കല്പം പൊതുവിലുണ്ട്. കാരണം ഞങ്ങൾ ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല, ഒരു വർഗീയതയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കില്ല. വർഗീയ പ്രശ്നങ്ങളിൽ എപ്പോഴും കണ്ടുവരുന്നത് ചിലരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കും. ആ നിലപാട് LDF-നില്ല. അപ്പോൾ ഇത് പൊതുവിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രധാനമാണ് വർഗീയ ശക്തികളെ അടുപ്പിക്കില്ല, കൂട്ടുപിടിക്കില്ല എന്ന് പിണറായി വിജയൻ ഇപ്പോൾ പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ച് തങ്ങൾ വോട്ട് നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മറന്നുപോയോ? അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചീട്ട് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ. അപ്പോൾ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. കാരണം LDF-ന് 3ാമത്തെ ഭരണ തുടർച്ച വേണം, UDF-ന് നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കണം. ഇതിനു വേണ്ടി രണ്ടുപേരും കരുക്കളാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള, PDP പോലെയുള്ള, SDP പോലെയുള്ള വർഗീയ ശക്തികളെയാണ്. നമുക്ക് PDP എന്നൊരു സംഘടന, അത് ആരുടെ സംഘടന നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് അബ്ദുൾ നാസർ മദനി എന്ന മത തീവ്രവാദി, ആ തീവ്രവാദിയുടെ സംഘടന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർക്ക്? UDF-നും LDF-നും. 140 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 139 മണ്ഡലങ്ങളിലും LDF-നാണ് ഈ PDP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഒരു മണ്ഡലം എവിടെ പോയി എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ? ആ ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്. ആ മഞ്ചേശ്വരത്ത് ഇവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് UDF അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫിനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥിയായിട്ടോ അത് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് K സുരേന്ദ്രനാണ്. അപ്പോൾ ഇവരുടെ ആശയം എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും താമര അല്ലെങ്കിൽ NDA വിജയിക്കരുത് എന്ന് തന്നെയാണ്. നമുക്ക് PDP-യുടെ ആ ഒരു വാർത്താ സമ്മേളനം കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്ത തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാനാണ്. അബ്ദുൽ നാസർ മദനി അക്കാര്യം ഇവിടെ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ അടിസ്ഥാനപരമായ ചില കാരണങ്ങളുമുണ്ട്. കേരളത്തിൽ ഉയർന്നു വരുന്ന മതഭീകര രാഷ്ട്രവാദത്തിനെതിരെയുള്ള സംഘപരിവാറിൻ്റെ ശക്തമായ നിലയിലുള്ള മതതീവ്രവാദ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് കഴിയൂ എന്ന തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ PDP-യുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുപ്പിച്ച തീരുമാനം അതാണ്. ആ തീരുമാനമാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചത്.
കേട്ടല്ലോ. ഇവര് PDP പറയുന്നത് മത തീവ്രവാദ ശക്തികളായ BJP-നെ എതിർത്ത് നിൽക്കണമെങ്കിൽ തങ്ങൾക്ക് LDF-ന്റെ പിന്തുണ തേടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് LDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞവർ ഈ മഞ്ചേശ്വരത്ത് നേരെ യൂട്ടേൺ അടിച്ച് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ 139 മണ്ഡലങ്ങളിലും UDF നിങ്ങൾക്കൊരു വൻ ശക്തിയല്ല. അപ്പൊ ഈ മഞ്ചേശ്വരത്ത് മാത്രമാണ് UDF നിങ്ങൾക്കൊരു വൻ ശക്തി. പിന്നെ വർഗീയ ശക്തികൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഏത് ശക്തിയാണെന്ന് ചിന്തിക്കണം. അബ്ദുൾ നാസർ മദനി എന്നൊരു വ്യക്തിയെ ഇവിടെ കേരളക്കാർ അറിയാത്തോന്നല്ലല്ലോ. കാരണം എത്ര കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നത്. അതും എന്ത് കേസിലാണ്? തീവ്രവാദ കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2009 പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന ഒരു സംഘടന അബ്ദുൾ നാസർ മദനി രൂപീകരിച്ചത്. ഫസ്റ്റ് ആളാണ് രൂപീകരിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? മത തീവ്ര ശക്തികളെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരത് രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ അബ്ദുൾ നാസർ മദനി ചെന്നുപെടാത്ത കേസുകളില്ല. 1998 കോയമ്പത്തൂർ ബോംബിംഗ് കേസിൽ പ്രതിയാണ്. മാത്രവുമല്ല ഒരുപാട് നാള് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് 2005 കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ പ്രതിയാണ്. മൂന്നാമത്തെ 2010 ബാംഗ്ലൂർ സ്റ്റേഡിയം ബ്ലാസ്റ്റ്. നോക്കൂ, ഈ ഒരു സംഘടനയായിട്ടാണ് ഇപ്പോൾ LDF-ഉം UDF-ഉം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്രയ്ക്കും അധപതിച്ചു പോയ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ രണ്ട് മുതൽക്കൂട്ടുകളായ LDF-ഉം UDF-ഉം ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കുറച്ചു നാളുകൾക്ക് മുന്നേ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ LDF അല്ലെങ്കിൽ UDF, UDF അല്ലെങ്കിൽ LDF എന്ന് മാത്രമായിരുന്നു. അവർക്കിടയിൽ മൂന്നാമത്തെ ഒരു ശക്തിയായിട്ട് NDA വന്നിട്ടുണ്ട്. അതിനൊരു പ്രത്യാഘാതം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കാരണം വർഷങ്ങളായി കൊണ്ടുവരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഇന്ന് ആരുടെ കയ്യിലാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ഒരു വൻ ശക്തിയുടെ ഈ കുതിപ്പ് ഇവർക്ക് കുറച്ചൊന്നുമല്ല പേടിപ്പെടുത്തുന്നത്. ആ ഒരു പേടിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് LDF-ഉം UDF-ഉം മാറി ഈ വർഗീയ ശക്തികളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. PDP പോലുള്ള മത തീവ്രവാദികളുടെ ഒരു സംഘടനയുമായിട്ട് നിങ്ങൾ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾ LDF-ഓ UDF-ഓ നാളെ വിജയിച്ചു വന്നാൽ അവരുടെ അതേ ആശയം വെച്ചിട്ടായിരിക്കില്ലേ നിങ്ങൾ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നത്. ഇനി കോൺഗ്രസിലെ കാര്യം എടുത്താലോ, വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ചത്ത കുതിരയാണ് മുസ്ലിം ലീഗ് എന്നാണ്. എന്നാൽ ഇന്ന് ആ ചത്ത കുതിരയുടെ മുകളിൽ കയറി സഞ്ചരിക്കുകയാണ്. അല്ലാതെ കേരളത്തിലെ വോട്ട് കിട്ടാൻ വേണ്ടി സഞ്ചരിക്കുകയാണ് VD സതീശനും ടീമും. അവര് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു. കാരണം കോൺഗ്രസ് ദുർബലമാകരുത്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത്, കോൺഗ്രസ് ശക്തിപ്പെടുത്തുക. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർ ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണ അവരെ ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ് UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. എന്തൊരു നാണം കെട്ട രീതിയാണിത്. മുസ്ലിം ലീഗ് എന്നൊരു സംഘടന ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. കാരണം കോൺഗ്രസിന്റെ മുഖമുദ്ര തന്നെ മുസ്ലിം ലീഗാണ്. കാരണം ഇലക്ഷൻ വന്നിട്ടില്ല, ഇലക്ഷൻ ആവുന്നേ ഉള്ളൂ, മന്ത്രിസ്ഥാനം പോലും അലങ്കരിച്ചിട്ടില്ല, ആര് ജയിക്കുമെന്നായിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അവിടെ ഒരു കടിപിടി തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയം. അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതും വലതിനെയും, അതായത് ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ഇടതും വലതിനെ നിങ്ങൾക്ക് വേണോ, അതോ ഇതുവരെ വർഗീയ ശക്തികളുടെ രസം നുണയാത്ത NDA വേണോന്നാണ് നിങ്ങളാണ് തീരുമാനിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ വാതിലുകളിൽ വന്ന് മുട്ടാത്ത, തങ്ങളുടെ രസം നുണയാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ, അതൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് NDA ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏറ്റവും വലിയ വർഗീയ ശക്തി ആരാണ്. രാജമാണിക്യത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, വന്നവരും നിന്നവരും ഒക്കെ ഒന്നായ സ്ഥിതിക്ക് വില്ലൻ നമ്മൾ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ NDAയുടെ കാര്യം. കേരള ജനതയാണ് വിധി എഴുതേണ്ടത്. ഏപ്രിൽ 9 എന്നൊരു ദിവസമുണ്ട്. ആ ദിവസമാണ് നമുക്ക് ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച ഒരു ഭരണമാണോ നമുക്ക് വേണ്ടത്?